ചാലക്കുടി മുരിങ്ങൂർ അടിപ്പാതയ്ക്ക് മുകളിൽ നിർത്തിയിട്ടിരിക്കുന്ന ലോറിയുടെ പുറകിൽ ബൈക്കിടിച്ച് 2 യുവാക്കൾ മരിച്ചു. കൊരട്ടി അറ്റപ്പാടം മനക്കാങ്കുടി തോമസിന്റെ മകൻ ഗോഡ്സൺ, അന്നനാട് പുത്തൻകണ്ടത്തിൽ റോയ് മകൻ ഇമ്മാനുവൽ എന്നിവരാണ് മരിച്ചത്. ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പ് 1,06,75,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ തിരുനെൽവേലിയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് തിരുനെൽവേലി കരിക്കത്തോപ്പ് സ്വദേശി ഷെയ്ഖ് മുഹമ്മദ് അലിയെയാണ് അറസ്റ്റ് ചെയ്തത്. മാളക്കുളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ആരംഭിച്ച ഓപ്പൺ ജിമ്മിന് ചലച്ചിത്ര നടൻ മാള അരവിന്ദന്റെ പേര് നൽകിയത് അദ്ദേഹത്തെ അപമാനിക്കലാണെന്ന് മാള അരവിന്ദൻ ഫൗണ്ടേഷൻ സെക്രട്ടറി ആരോപിച്ചു. 10 വർഷമായി മാള അരവിന്ദന്റെ ഓർമ്മ സംരക്ഷിക്കാൻ പഞ്ചായത്ത് ഒന്നും ചെയ്തിട്ടില്ലെന്നും ആരോപണം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ചാലക്കുടി മുരിങ്ങൂർ അടിപ്പാതയ്ക്ക് മുകളിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന ലോറിയുടെ പുറകിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രികരായ 2 യുവാക്കൾ മരിച്ചു. കൊരട്ടി അറ്റപ്പാടം മനക്കാങ്കുടി തോമസിന്റെ മകൻ ഗോഡ്സൺ, അന്നനാട് പുത്തൻകണ്ടത്തിൽ റോയ് മകൻ ഇമ്മാനുവൽ എന്നിവരാണ് മരിച്ചത്. ബുധൻ രാത്രി 8:45 സംഭവം. സുഹൃത്തിന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ചാലക്കുടിയിൽ സിനിമ കാണാനായി വരുന്ന വഴിയാണ് അപകടം സംഭവിച്ചത്. 2 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പ് 1,06,75,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ തിരുനെൽവേലിയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് തിരുനെൽവേലി കരിക്കത്തോപ്പ് സ്വദേശി ഷെയ്ഖ് മുഹമ്മദ് അലിയെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ കല്ലേറ്റുങ്കര സ്വദേശി താക്കോൽക്കാരൻ വീട്ടിൽ രാജുവിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 1,06,75,000 രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷൻ SHO സുജിത് PS, GSI ജസ്റ്റിൻ KV, CPOമാരായ ശ്രീയേഷ് CS, ശബരിനാഥ് R, TP ശ്രീനാഥ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം അതിരപ്പിള്ളി വനമേഖലയിൽ വീണ്ടും തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടിയെത്തി. ആ കൂട്ടത്തോടൊപ്പം പറയൻപാറ തോടിന് സമീപം പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ആനക്കുട്ടിയെ കണ്ടത്. സ്വന്തമായി വെള്ളം കുടിക്കുകയും തീറ്റയെടുക്കുകയും ചെയ്യുന്ന ആനക്കുട്ടിക്ക് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് വിലയിരുത്തൽ. 2023 ജനുവരി 10-നാണ് പ്ലാന്റേഷൻ ഭാഗത്ത് തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടിയെ ആദ്യമായി കാണുന്നത്. വൈൽഡ് ഫോട്ടോഗ്രാഫർമാരായ ജിലേഷ് ചന്ദ്രൻ, സജിൻ ഷാജു, വിജീഷ് എന്നിവരാണ് അംഗവൈകല്യമുള്ള ആനക്കുട്ടിയുടെ ചിത്രം പുറത്തു കൊണ്ടുവന്നത്. തുടർന്ന് വനം വകുപ്പ് നിരീക്ഷണം നടത്തുകയും ആനക്കുട്ടിയുടെ ആരോഗ്യനില വിലയിരുത്തുകയും ചെയ്തിരുന്നു. പിന്നീട് പലതവണ ഈ മേഖലയിൽ ആനക്കുട്ടിയെ കണ്ടെങ്കിലും കുറച്ചു നാളുകളായി ഒരു വിവരവും ഇല്ലായിരുന്നു. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം ആനക്കൂട്ടത്തോടൊപ്പം അംഗവൈകല്യമുള്ള ആനക്കുട്ടി വീണ്ടും എത്തിയത്. ജന്മന തുമ്പിക്കൈ ഇല്ലാത്തതാണോ അതോ മറ്റ് മൃഗങ്ങളുടെ ആക്രമണത്തിൽ തുമ്പിക്കൈ നഷ്ടപ്പെട്ടതാണോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. മീഡിയ ടൈം, ചാലക്കുടി. മാളക്കുളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ആരംഭിച്ച ഓപ്പൺ ജിമ്മിന് ചലച്ചിത്ര നടൻ മാള അരവിന്ദന്റെ പേര് നൽകിയത് അദ്ദേഹത്തെ അപമാനിക്കലാണെന്ന് മാള അരവിന്ദൻ ഫൗണ്ടേഷൻ സെക്രട്ടറി ഷാൻഡി ജോസഫ് തട്ടകത്ത് ആരോപിച്ചു. മാളയുടെ പ്രധാന പ്രവേശന കവാടമായി പരിചിതമായ മാളക്കുളം പ്രദേശം മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി സന്ദർശിച്ചതിനു ശേഷം രാജീവ് ഗാന്ധി സ്ക്വയർ എന്ന പേരിൽ അറിയപ്പെടുകയും 15 വർഷങ്ങൾക്ക് മുമ്പായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പേര് സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ പടിഞ്ഞാറേ ഭാഗത്തിനാണ് മാള അരവിന്ദന്റെ പേര് നൽകിയിരിക്കുന്നത്. 10 വർഷമായി മാള അരവിന്ദന്റെ ഓർമ്മ സംരക്ഷിക്കാൻ പഞ്ചായത്ത് ഒന്നും ചെയ്തിട്ടില്ലെന്നും തിരഞ്ഞെടുപ്പ് സമയത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് മാളക്കുളത്തിലും സമീപവുമായി നിരവധി പദ്ധതികൾ നടപ്പാക്കിയതോടൊപ്പം അത് അഴിമതിക്കുളമായി മാറിയെന്ന ആരോപണങ്ങളും ഉയരുന്ന സാഹചര്യത്തിലാണ് കുളത്തിനരികിൽ ഈ പേരിടൽ നടന്നതെന്നും ഇതിലൂടെ മാള അരവിന്ദനെ അപമാനിക്കലാണ് നടക്കുന്നുവെന്ന് സംശയിക്കുന്നതായി ഷാൻഡി ജോസഫ് തട്ടകത്ത് പറഞ്ഞു. മാള അരവിന്ദന് സ്മാരകം പണിയാൻ മാളയിൽ സ്ഥലം ലഭിച്ചാൽ പണിയുമെന്ന് പ്രഖ്യാപിച്ചവർക്ക് മുന്നിൽ വലിയ പറമ്പിലും അതുപോലെ തന്നെ അഷ്ടമിച്ച് ഉരുണ്ടോളിലും
മാളാരവിന്ദന്റെ ഓർമ്മ നിലനിർത്തുന്ന ഒരു സാംസ്കാരിക നിലയം പണിയണമെന്നാവശ്യപ്പെട്ട് സ്ഥലം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിനും MLAക്കും എല്ലാം കത്ത് നൽകി. അതിനൊന്നും ഒരു ചെറുവിരൽ പോലും അനക്കാത്ത ആളുകൾ ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ മാളക്കുളത്തിന്റെ പടിഞ്ഞാറ് സൈഡിൽ ചെറിയൊരു ഭാഗത്ത് മാളാരവിന്ദന്റെ പേരും വെച്ചുകൊണ്ട് മാളാരവിന്ദൻ സായാഹ്ന പാർക്ക് ഞങ്ങൾ കൊണ്ടുവന്നു എന്ന് കാണിക്കുന്നതിനായിട്ട് ഒരു ഉദ്ഘാടനം രാത്രിയിൽ നടത്തിയതായിട്ട് കണ്ടു. വളരെയധികം അദ്ദേഹത്തോട് ചെയ്യുന്ന അവഗണനയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. മാളക്കുളം എന്ന് പറഞ്ഞാൽ മാളയുടെ ഐഡന്റിറ്റിയാണ്. മാളയിലോട്ട് പ്രവേശിക്കുന്നവർ മാളക്കുളം കാണാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അവിടെയാണ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വന്നിറങ്ങിയത്. ആ പ്രദേശത്തിന് രാജീവ് ഗാന്ധി സ്ക്വയർ എന്നൊരു പേര് നിലനിൽക്കുന്നുണ്ട്. അവിടെ ഗ്രാമപഞ്ചായത്ത് തന്നെ 10-15 വർഷങ്ങൾക്ക് മുന്നേ അവിടെ വലിയ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ പേര് നിലനിൽക്കുന്ന ഒരിടത്തിന്റെ ഒരു കുഞ്ഞു ഭാഗം മുറിച്ചെടുത്ത് ആ ഭാഗത്തൊരു ബോർഡ് വെച്ച് മാളാരവിന്ദൻ സായാഹ്ന പാർക്ക് എന്നൊരു ബോർഡും വെച്ച് മാളാരവിന്ദനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവഗണനയായിട്ട് ഞങ്ങൾ അതിനെ കാണുന്നു. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ. ചാലക്കുടി നഗരസഭ സ്വതന്ത്രാംഗമായ TD എലിസബത്ത് കോൺഗ്രസിൽ ചേർന്നു. സാമൂഹ്യ രംഗത്ത് കൂടുതൽ പ്രവർത്തിക്കാൻ കോൺഗ്രസിൽ കൂടുതൽ സ്വാതന്ത്ര്യവും അവസരവും ഉള്ളതിനാലാണ് കോൺഗ്രസിൽ ചേർന്നതെന്ന് എലിസബത്ത് പറഞ്ഞു. ഇനിയെന്ന് പറയുമ്പോൾ നമുക്കൊരു സ്വതന്ത്രമായിട്ടൊന്ന് നിൽക്കണം എന്നൊരു ആഗ്രഹം. ഇപ്പോൾ കൗൺസിലർ സ്ഥാനത്തല്ലെങ്കിലും സേവനം ചെയ്യുന്നതിന് ഇപ്പോൾ കൗൺസിലർ ആവണമെന്നൊന്നുമില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് അത് ചെയ്യാനായിട്ടുള്ളൊരു മനസ്സും കൂടി എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു വിഷമം തന്നിട്ടാന്ന് വിചാരിച്ച ഹൗസിംഗ് കോളനിയിലെ വെള്ളക്കെട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് അവിടെ മഴ പെയ്ത് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചിരുന്നതും ഞങ്ങളായിരുന്നു. ഈ കാനയിലെ എല്ലാ മലിനജലവും കൂടി ഞങ്ങളുടെ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഏകദേശം നമ്മുടെ കണ്ണിക്കാലിനോടും മുകളിലായിട്ട് വന്ന് കെട്ടിക്കെടുക്കും. അതൊരു മഴ മാറിക്കഴിയുമ്പോൾ അത് കളയും, വീണ്ടും ഇത് വരും. അങ്ങനെ ഒരുപാട് ദുരിതം അനുഭവിച്ചതാണ്. അപ്പം അതിൻ്റെ ആ വെള്ളക്കെട്ടിനെ പറ്റിയിട്ട് ഞാൻ MLAയോട് പറഞ്ഞപ്പോൾ MLA പറഞ്ഞത് തീർച്ചയായിട്ടും അതിനുള്ള സംവിധാനം ചെയ്തു തരാമെന്നുള്ളൊരു വാക്കും കൂടി തന്നിട്ടുണ്ട്. MLA സനീഷ് കുമാർ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, കോൺഗ്രസ് നേതാക്കൾ എന്നിവരും സന്നിഹിതരായിരുന്നു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് റീബിൽഡ് കേരള പദ്ധതി വഴി നിർമ്മാണം പൂർത്തിയാക്കിയ ഐരാണിക്കുളം ഇന്ദിരാഗാന്ധി റോഡ് ഉദ്ഘാടനം നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, പ്രളയം നമ്മളെ ഏറെ ബാധിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ബാധിച്ചൊരു പ്രദേശം കൂടിയായിരുന്നു നമ്മുടെ കുഴൂർ ഗ്രാമപഞ്ചായത്ത്. ഏറെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയിട്ടുള്ളൊരു പഞ്ചായത്ത് കൂടിയാണ് നമ്മുടെ പഞ്ചായത്ത്. ഇതിനെല്ലാം തന്നെ അതിജീവിക്കുക, പൊളിഞ്ഞു പോയിട്ടുള്ള എല്ലാ റോഡുകളും പുനഃസ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെൻറ് ഇത്തരം പദ്ധതിയിലേക്ക് കടക്കുകയും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ മേഖലകളും കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ പഞ്ചായത്തുകളും അന്ന് പ്രളയബാധിതമായിട്ടുള്ള പഞ്ചായത്തുകളും കൊടുങ്ങല്ലൂർ നഗരസഭയും അന്ന് പ്രളയബാധിതമായിട്ടുള്ള പ്രദേശങ്ങളിൽ നമ്മുടെ എല്ലാ മേഖലകളും പ്രളയത്തെ ബാധിച്ചൊരു ഘട്ടം കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രജനി മനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷിജി യാക്കോബ്, ബിജി വിൽസൺ, PS സന്തോഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിൽവി സേവിയർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സേതുമോൻ ചിറ്റേത്ത്, സുധ ദേവദാസ്, നന്ദിത വിനോദ്, പ്രിയ ലിയോ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ പൊടിയൻ ബസാറിലെ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ 2 യുവാക്കളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ ചാണാശ്ശേരി കുടുംബക്ഷേത്രത്തിലെ 2 സ്റ്റീൽ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് 15,000 രൂപ കവർന്ന കേസിലാണ് അറസ്റ്റ്. എറിയാട് അത്താണി ആശാരിപ്പറമ്പിൽ വീട്ടിൽ ശിവ, മേത്തല എൽത്തുരത്ത് ദേശത്ത് നെല്ലിപ്പറമ്പിൽ വീട്ടിൽ പ്രവീൺ എന്നിവരാണ് അറസ്റ്റിലായത്. നവംബർ 2 രാത്രിയിലാണ് മോഷണം നടന്നത്. സംഭവത്തെ തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയായിരുന്നു. പ്രതികളെ കോട്ടപ്പുറം ഭാഗത്തു നിന്നും പോലീസ് പിടികൂടി. ചോദ്യം ചെയ്യലിൽ പ്രതികൾ കാര ഭാഗത്തുള്ള ഒരു അമ്പലത്തിലും കാര ബീച്ചിന് സമീപത്തുള്ള ഒരു അമ്പലത്തിലും പൊയ്യയിലുള്ള ഒരു അമ്പലത്തിലും കരൂപടന പാലത്തിന് സമീപത്തുള്ള മുരുകന്റെ അമ്പലത്തിലെയും എടവിലങ്ങ് കുത്തനി ഭാഗത്തുള്ള ഒരു അമ്പലത്തിലും
പൊടിയൻ ബസാറിൽ വില്ലേജ് ഓഫീസിനടുത്തുള്ള 2 അമ്പലത്തിലും ഭണ്ഡാരം മോഷണം ചെയ്തതായി തെളിഞ്ഞു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ BK, സബ് ഇൻസ്പെക്ടർമാരായ സാലിം K, സജിൽ KG, ജിജേഷ് മനു P ചെറിയാൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണു, ഷമീർ, അമൽദേവ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ കൊടുങ്ങല്ലൂരിൽ CPM ശ്രമം തുടങ്ങിയെന്ന് കോൺഗ്രസ്. പഞ്ചായത്തിലെ വള്ളിവട്ടം ഈസ്റ്റ്, അമരിപ്പാടം 15, 16 വാർഡുകളിലെ UDF സ്ഥാനാർത്ഥികൾക്കായി ഉടമയുടെ അനുവാദത്തോടെ കോൺഗ്രസ് പ്രവർത്തകർ ബുക്ക് ചെയ്ത മതിൽ LDF അന്യായമായി കയ്യേറിയതായി UDF ആരോപിച്ചു. മാത്രമല്ല, മേഖലയിൽ കോൺഗ്രസ് പ്രവർത്തകർ പതിച്ച പോസ്റ്ററുകളും വ്യാപകമായി കീറി നശിപ്പിച്ചിരിക്കുകയാണ്. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ പരാജയ ഭീതി മൂലം CPMന് സമനില തെറ്റി തുടങ്ങിയെന്നും കോൺഗ്രസ് ആരോപിച്ചു. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ഏർപ്പെടുത്തിയ ഉജ്ജ്വല ബാല്യം 2024 പുരസ്കാരം കയ്പമംഗലം സ്വദേശിയായ 10 വയസ്സുകാരന് ലഭിച്ചു. കൂരിക്കുഴി ഗ്രാമലക്ഷ്മി കോതങ്ങത്ത് ഗിരീഷ് ഭവ്യ ദമ്പതികളുടെ മകൻ ദേവ്യാനാണ് പുരസ്കാരം ലഭിച്ചത്. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദേവ്യാൻ. പൊതുവിഭാഗത്തിൽ ചിത്രരചന, ക്രാഫ്റ്റ് എന്നീ മേഖലകളിലെ മികവ് മുൻനിർത്തിയാണ് പുരസ്കാരത്തിന് അർഹനായത്. വ്യത്യസ്ത മേഖലകളിൽ അസാധാരണ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് സംസ്ഥാന തലത്തിൽ സർക്കാർ പുരസ്കാരം നൽകി വരുന്നത്. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. നന്നേ ചെറുപ്പത്തിൽ തന്നെ ചിത്രകലയിൽ പ്രാവീണ്യം തെളിയിച്ച ദേവ്യാൻ ഇതിനോടകം നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. തുടർച്ചയായി 20 വർഷം ഭരിച്ചിട്ടും പഞ്ചായത്തിൽ ക്രിയാത്മകമായ വികസന നേട്ടങ്ങളൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലാത്ത എറിയാട് ഗ്രാമപഞ്ചായത്തിന്റെ LDF ഭരണസമിതിക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എറിയാട് മണ്ഡലം കമ്മിറ്റി കുറ്റവിചാരണ യാത്ര നടത്തി. മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പതാക ജാഥ ക്യാപ്റ്റൻ മണ്ഡലം പ്രസിഡന്റ് PA മുഹമ്മദ് സഗീറിന് കൈമാറി. എറിയാട് പഞ്ചായത്തിലെ ഭരണവീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന കുറ്റപത്രം യോഗത്തിൽ പ്രകാശനം ചെയ്തു. 2000-ൽ UDF ഭരണകാലത്തുണ്ടാക്കിയ അടിസ്ഥാന വികസന സൗകര്യങ്ങളിൽ നിന്നും എടുത്തു പറയാവുന്ന യാതൊരു വികസന നേട്ടവും ഇടതുപക്ഷ ഭരണസമിതിക്ക് സാധിച്ചില്ലെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമായി പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത മുൻനിർത്തിയാണെന്നും TN പ്രതാപൻ പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ TM നാസർ, അഡ്വക്കേറ്റ് PH മഹേഷ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PB മൊയ്തു, UDF നിയോജക മണ്ഡലം കൺവീനർ PS മുജീബ് റഹ്മാൻ, പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് PK മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം കയ്പമംഗലം, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദ്, ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി VM ഷൈൻ എന്നിവർ പ്രസംഗിച്ചു. ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതാക്കൾ നേതൃത്വം നൽകി. മാള സെന്റ് സ്റ്റാനിസ്ലാവോസ് ഫൊറോന ദേവാലയത്തിലെ തിരുനാളും വിശുദ്ധ അന്തോണിസിന്റെ ഊട്ടുതിരുനാളും സംയുക്തമായി നടത്തുന്നതിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ച് ആലോചനാ യോഗം നടന്നു. VR സുനിൽകുമാർ MLA, മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, ഫൊറോന വികാരി ഫാദർ ജോർജ് പാറേമേൻ, കേന്ദ്ര സമിതി പ്രസിഡന്റ് ഡെന്നി പള്ളൻ, ട്രസ്റ്റി തോമസ് പഴയാറ്റിൽ, എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ബിനോയ്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ശ്യാം, ജോയ് പഴയാറ്റിൽ എന്നിവർ പങ്കെടുത്തു. സൗത്ത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 1 സ്വർണവും 2 വെള്ളിയും നേടി രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ പെരിഞ്ഞനം സ്വദേശി മുഹമ്മദ് അഷ്ഫാഖിനെ ജന്മനാട് സ്നേഹാദരമൊരുക്കുന്നു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത്, സർവീസ് സഹകരണ ബാങ്ക്, പെരിഞ്ഞനം പൗരാവലിയും സംയുക്തമായാണ് സ്നേഹാദരവ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ചക്കരപ്പാടം ഹാർമണി ഓഡിറ്റോറിയത്തിൽ വെള്ളിയാഴ്ച രാവിലെ 10-ന് നടക്കുന്ന സ്നേഹാദര സമ്മേളനം സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി V അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ഭാരവാഹികളായ പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KS ദിലീപ് കുമാർ, പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ, വാർഡ് മെമ്പർ സുജിത സലീഷ്, അബ്ദുൾ ഖാദർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ചാലക്കുടി മുരിങ്ങൂർ അടിപ്പാതയ്ക്ക് മുകളിൽ നിർത്തിയിട്ടിരിക്കുന്ന ലോറിയുടെ പുറകിൽ ബൈക്കിടിച്ച് 2 യുവാക്കൾ മരിച്ചു. കൊരട്ടി അറ്റപ്പാടം മനക്കാങ്കുടി തോമസിന്റെ മകൻ ഗോഡ്സൺ, അന്നനാട് പുത്തൻകണ്ടത്തിൽ റോയ് മകൻ ഇമ്മാനുവൽ എന്നിവരാണ് മരിച്ചത്. ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പ് 1,06,75,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ തിരുനെൽവേലിയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് തിരുനെൽവേലി കരിക്കത്തോപ്പ് സ്വദേശി ഷെയ്ഖ് മുഹമ്മദ് അലിയെയാണ് അറസ്റ്റ് ചെയ്തത്. മാളക്കുളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ആരംഭിച്ച ഓപ്പൺ ജിമ്മിന് ചലച്ചിത്ര നടൻ മാള അരവിന്ദന്റെ പേര് നൽകിയത് അദ്ദേഹത്തെ അപമാനിക്കലാണെന്ന് മാള അരവിന്ദൻ ഫൗണ്ടേഷൻ സെക്രട്ടറി ആരോപിച്ചു. 10 വർഷമായി മാള അരവിന്ദന്റെ ഓർമ്മ സംരക്ഷിക്കാൻ പഞ്ചായത്ത് ഒന്നും ചെയ്തിട്ടില്ലെന്നും ആരോപണം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.